രണ്ട് കൈ കൊണ്ടാ വിളിച്ചു. ഹായ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ? ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അവിടെ എല്ലായിടത്തും നല്ല മഴയൊക്കെ ആയിരുന്നല്ലേ കുറേ ദിവസമായിട്ട്. പക്ഷേ ഒരു ദിവസമൊക്കെ ഒന്ന് തോർച്ച കിട്ടിയതായിരുന്നു. പക്ഷേ ഇന്ന് ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നിട്ട് നമ്മുടെ അവിടെ കുറേ മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ട്. നമ്മുടെ കിണറൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വെള്ളത്തിൻ്റെ ശല്യമൊന്നുമില്ല. പക്ഷേ കുറേ ആളുകൾ വെള്ളമൊക്കെ കാരണം ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്ന് നമുക്കറിയാം. നമ്മുടെ തെക്കുംപാടത്ത് തോടൊക്കെ നിറഞ്ഞ് വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. എന്തായാലും നമ്മൾ മഴയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ നെയ്ച്ചോറ് എന്ന് പറയണത്. അപ്പോൾ നമുക്ക് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് സവോള ആദ്യം നമുക്ക് വഴറ്റാനിടാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സവോള പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പണികൾ നോക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ സവോള റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഒത്തിരി തീ കുറച്ചിട്ടിട്ട് പോകണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ സവോള കത്തിപ്പോവും. ആ തീയൊക്കെ കുറച്ചിട്ട് വന്നിട്ട് നമുക്ക് അരി കഴുകാനായിട്ട് നമുക്ക് എടുക്കാം. ഞാനിവിടെ 5 ഗ്ലാസ് ജീരകശാലയുടെ അരിയാണ് എടുത്തേക്കണത്. നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന അരിയാണ് കേട്ടോ. അപ്പോൾ അതെടുത്ത് നമുക്ക് നന്നായിട്ടൊരു 3-4 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകി കളഞ്ഞ് വെള്ളമൊക്കെ ഊറ്റാനായിട്ട് വെക്കാം. അരിയൊക്കെ കഴുകി നന്നായിട്ട് വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സവോള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരിയൊക്കെ കഴുകാൻ പോകുമ്പോൾ ഇടയ്ക്കൊന്ന് വന്ന് സവോള ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകട്ടോ. അപ്പോൾ നമ്മുടെ സവോള റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് വെക്കാം. നമ്മൾ സവോള എപ്പോഴും വറുത്ത് കോരുമ്പോൾ അത് പ്ലേറ്റിലേക്ക് ആക്കി ഇട്ട് വെക്കുന്ന സമയത്ത് ഒന്നിങ്ങനെ പരത്തി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ സവോളയൊക്കെ പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂ മുന്തിരിയൊക്കെ ഇട്ട് വറുത്ത് കോരി എടുക്കാം. കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ സവോള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഏലക്കായ, പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, അതും കൂടി ഇട്ടിട്ട് ഒരുപാട് മൊരിയൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അത് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അരിയിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് വറ്റി വരണ വരെ നന്നായിട്ട് നമ്മൾ ഇളക്കി നല്ല റൈസ് നല്ല വറുത്തെടുക്കണ പോലെ ആക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഒരു ചെറിയ ക്യാരറ്റും കൂടെ ചെറുതാക്കി കട്ട് ചെയ്തത് ഞാൻ ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയിട്ട് നമുക്ക് അതിലേക്ക് തിളച്ച വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പം നമുക്ക് 1 ഗ്ലാസ് അരിയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ തിളച്ച വെള്ളം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ റൈസ് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്തും കിട്ടും, നല്ല ഇതിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളിവിടെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഞാനിപ്പോൾ വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിതിൽ ഉപ്പ് ഇനി ആവശ്യത്തിന് ഉണ്ടോയെന്നൊന്ന് നോക്കുക. ഇത്തിരി മുന്നേ നിൽക്കണം നമുക്ക് എപ്പോഴും ഉപ്പ്. അപ്പോൾ എന്നാലാണ് ചോറൊക്കെ തിളച്ച് നല്ല വെന്ത് വരുമ്പോൾ ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ മൂടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മൂടി വെച്ച് നമ്മൾ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിലത്തെ വെള്ളമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് വറ്റി കിട്ടും. തീ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. തിളച്ചതിന് ശേഷം കുറച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കിയാൽ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല ഒന്നുമ്പോൾ തൊടാണ്ട് നമ്മുടെ റൈസ് നല്ല സൂപ്പറായിട്ട് കിട്ടും. എന്നിട്ട് നമുക്കതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവോളയൊക്കെ ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞ് തുറന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി നെയ്ച്ചോറ് കിട്ടും കേട്ടോ. നമുക്ക് റൈസിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ
സവോളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അടച്ച് വെക്കുക കേട്ടോ. സിമ്പിളായിട്ടുള്ള പണിയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ. ബിരിയാണിനേക്കാളും എളുപ്പമാണ് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എനിക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളതാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുക. ഭയങ്കര ടേസ്റ്റിയാണ്, നെയ്യിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ഒരു പ്രത്യേക ടേസ്റ്റ്. നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ലതാണ് കേട്ടോ നെയ്ച്ചോറ്. ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കിയേക്കണത്. ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി മുന്നത്തെ വീഡിയോയിലുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിൽ കാണിക്കാത്തത്. അപ്പോൾ നമ്മളുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് വിളമ്പി വെക്കാം അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് സലാഡും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു മുട്ടയും പുഴുങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ സെർവ് ചെയ്യാനായിട്ട് വിളമ്പി വെക്കുമ്പോൾ ഇത്തിരി കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കിയേക്കണത്. അല്ലെങ്കിൽ നമുക്ക് സലാഡും കുറച്ച് ചിക്കൻ കറി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. കൂടെ ഒരു മുട്ട പുഴുങ്ങിയത് കൊണ്ടേ ഉണ്ടെങ്കിൽ പിന്നെ പറയാനില്ല അല്ലേ, സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ്. സിമ്പിൾ റെസിപ്പിയാണ്. ഇനി അധികം പറഞ്ഞ് നിങ്ങളെ ഞാൻ വെറുപ്പിക്കണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.